ദിവസം ദൈവം നൽകിയതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. Every time I go to a church, I always remember the verse that is in Psalms 133 verses 1. ഞാൻ എപ്പോഴും സഭയിൽ കടന്നു പോകുമ്പോൾ സങ്കീർത്തനം 133 എന്ന വാക്യം ഞാൻ ഓർക്കുന്നു. Does anybody know the verse by heart? ആർക്കെങ്കിലും ആ വചനം കാണാപ്പാഠമായി അറിയാവോ? സങ്കീർത്തനം 133 1. യെസ് യെസ്, ഒന്നുകൂടെ ഒന്ന് പറയാ. ഇതാ സഹോദരന്മാര് എത്ര മനോഹരമായിരിക്കും അല്ലേ? How wonderful and marvelous it is when brothers come together in harmony. എത്ര സന്തോഷകരവും ശുഭകരവുമാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. So I'm so happy to be here in your midst because we are all from one blood, that is the blood of Jesus Christ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും കൂടിയിരിക്കുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം നാം എല്ലാവരും ഒറ്റ രക്തത്തിൽ പിറന്ന മക്കളാണ്. അത് ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള മക്കളാണ് നാം എല്ലാവരും എന്ന് പറയുന്നത്. Amen. Amen. So are you happy? സന്തോഷമാണോ എല്ലാവരും? Energy illa. Come on. Praise the Lord. Yeah. So today I would like to speak on a very hot topic. ഇന്ന് ഞാൻ ഒരു വിശേഷമായ ഒരു കാര്യത്തെ പറ്റിയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. There's something which God bestowed in my heart that I should share with the youth mostly today. ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു കാര്യം പ്രത്യേകിച്ച് യുവജനങ്ങളോട് സംസാരിക്കാൻ അത് ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും യൂട്യൂബ് ഉണ്ടല്ലോ. Do we all have YouTube, right? എല്ലാവർക്കും യൂട്യൂബ് ഉണ്ടല്ലോ. മിക്കുള്ള എല്ലാവരും യൂട്യൂബ് കാണാറുണ്ടല്ലോ അല്ലേ? എല്ലാവരും യൂട്യൂബ് കാണാറുണ്ടല്ലോ. Right. So how many of you know about influencer? Influencer. യൂട്യൂബ് ഇൻഫ്ലുവൻസർ. യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആരെങ്കിലും ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ഓഫ് എ യൂട്യൂബ് ഇൻഫ്ലുവൻസർ? ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. ആരും യൂട്യൂബ് കാണാറില്ലേ ഭാഷയുടെ? വെറുതെ അല്ലേ? ഇൻഫ്ലുവൻസറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് അബൌട്ട് ഇൻഫ്ലുവൻസർ? ആരെങ്കിലും ഇൻഫ്ലുവൻസറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേൾക്കുന്നില്ല? ഇല്ല. എല്ലാവരും വിശുദ്ധന്മാരാണ്. Anyway, I'm not going to talk today about being a YouTube influencer. ഞാൻ യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആവുന്നതിനെ പറ്റിയല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. But I'm going to talk about how you can be an influence. പക്ഷേ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാം അല്ലെങ്കിൽ സ്വാധീനിക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. The meaning of the word influence is, ഇൻഫ്ലുവൻസർ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് the capacity of having an effect on character development. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി, കഴിവിനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസർ എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. So when we think about influence, there are two ways to it. നമ്മൾ ഇൻഫ്ലുവൻസിനെ പറ്റി ചിന്തിക്കുമ്പോൾ രണ്ട് വഴികൾ അതിലുണ്ട്, രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. One is bad influence. ഒന്നാമത്തേത് മോശപരമായിട്ടുള്ള ഒരു സ്വാധീനം. The other one is good influence. രണ്ടാമത്തേത് നല്ല സ്വാധീനം. Do you children want to be a bad influence or good influence? Let me hear it from you. പ്രിയ യുവജനങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് നല്ല സ്വാധീനം, മറ്റുള്ളവരെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ആൾക്കാരായി മാറണോ അതോ ചീത്തപരമായി മോശപരമായി സ്വാധീനിക്കുന്ന ആൾക്കാരായി മാറണമോ? നിങ്ങൾക്ക് എന്തായിട്ടാ ആവേണ്ടത്? ഗുഡ് ആണോ ബാഡ് ആണോ? കേൾക്കുന്നില്ലല്ലോ. കൺഫ്യൂഷൻ ആണോ? കൺഫ്യൂഷൻ തീർക്കണോ? പറ, ലൗഡ്ലി പറ. ഗുഡ്. എല്ലാവരും ഫാസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു, പക്ഷെ എനർജി ഇല്ല. സോ യു ഓൾ വാണ്ട് ടു ബി ഗുഡ് ഇൻഫ്ലുവൻസസ് അല്ലേ? ആർക്കും ബാഡ് ആവുണ്ടല്ലോ, ഗുഡ് അല്ലേ? ഗുഡ്. സോ ടുഡേ വാട്ട് വി ആർ ഗോയിങ് ടു ഫോക്കസ് ഇസ് ഓൺ ബീയിങ് എ ഗുഡ് ഇൻഫ്ലുവൻസ്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു നല്ല ഇൻഫ്ലുവൻസറായി മാറാം, എങ്ങനെ നല്ല സ്വാധീനം ചെലുത്തുന്ന ആളായി നമുക്ക് മാറാം. But before that, I'd like to just slightly touch on how dangerous it is to be a bad influence. അതിനു മുന്നേ എങ്ങനെ ഒരു ബാഡ് ഇൻഫ്ലുവൻസറായി മറ്റുള്ളവരെ നമുക്ക് നശിപ്പിക്കാം അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാൻ ഞാൻ ആദ്യമേ തന്നെ ആഗ്രഹിക്കുന്നു. ഒന്ന് തൊട്ടുവിടാം. ഓക്കെ, സോ ലെറ്റ്സ് ഓൾ ഗോ ടു Psalms chapter 1. എല്ലാവർക്കും സങ്കീർത്തനം 1-ാം അധ്യായം എടുക്കാം. ആരെങ്കിലും ഒന്ന് വായിക്കാം? Can somebody help me in reading it? നടക്കാതെയും. സോ ആരുടെ ഇത് പ്രകാരം? ദുഷ്ടന്മാരുടെ പ്രകാരം നടക്കാതെയും, പിന്നെ ഗോൺ നിൽക്കാതെയും. ഓക്കെ, യെസ്, ഓക്കെ, ഫൈൻ. Yes, bas, that's enough. So here what we see,
സാംസിനകത്ത് എന്താ പറയുന്നത്? That blessed are those who doesn't walk in the midst of the wicked. സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചെയ്യുന്നവനാണ്. So ഈ മൂന്ന് വാക്യം, when we look at these 3 verses, what do we see? We see a transition, അല്ലേ? നാം ഈ 3 വാക്യങ്ങൾ കാണുമ്പോൾ അവിടെ പറയുന്ന ഒരു ട്രാൻസിഷൻ ആണ്, അല്ലെങ്കിൽ ഒരു So what we see here is first the person is walking with the bad people. ആദ്യം കാണുന്നത് നാം എന്താണ്, ചീത്തമായ മോശമായ ആൾക്കാരോട് നാം നടക്കാൻ പാടില്ല. Then what happens? They will stop. അവിടെ നിന്ന് പോവും. നാം അവിടെ പാപികളുടെ വഴിയിൽ നിൽക്കാൻ പാടില്ല. പിന്നെ അടുത്തത് ഇരുന്ന് പോവും. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നാം ഇരിക്കാൻ പാടില്ല. നമ്മൾ നടക്കാൻ തുടങ്ങിയാൽ എന്ത് പറ്റും? When we start walking, what happens? നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നടക്കാൻ തുടങ്ങും. പക്ഷെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? We will stand. നിന്ന് പോവും. നാം നിന്നു പോകും. Then after that what happens? നമ്മൾ ഇരുന്ന് പോവും. അതിനുശേഷം നാം പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നാം എന്ത് ചെയ്യും? ഇരുന്നു പോകും. So the Bible clearly says that keep away from such company. So ബൈബിൾ വ്യക്തമായി പറയുന്നു അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ നിന്ന് നാം എന്ത് ചെയ്യണം? അകലം പാലിക്കണം. So if we start walking with them, നാം അവരോട് കൂടെ ആദ്യമേ നടന്നു കഴിഞ്ഞാൽ we will by default stand with them. നമ്മൾ അറിയാതെ തന്നെ നാം എന്ത് ചെയ്യും? അവരോട് കൂടെ നിന്നു പോകും. Then by default we will sit and have company with them. അതിനോടൊപ്പം തന്നെ നാം അവരോട് കൂടെ ഇരുന്ന് അവരുമായി കൂട്ടുകെട്ട് സ്ഥാപിക്കുവാൻ ഇടയാകും. And their bad influence will start changing our lives. അങ്ങനെ അവരുടെ ആ ഒരു മോശമായ സ്വാധീനം നമ്മുടെ ലൈഫിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സഹായിക്കും. And do you know what is the end of those people who walk and stand and sit with those wicked people? ദുഷ്ടന്മാരുടെ അല്ലെങ്കിൽ പാപികളുടെ കൂടെ നടക്കുകയും നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നവരുടെ അവസാനം എന്താകുന്നു? നിങ്ങൾ ഇത് ചിന്തിച്ചിട്ടുണ്ടോ? അറിയണോ? Do you want to know about it? 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒന്നുകൂടെ വായി. Go ahead. Correct. So when you start walking, when you start standing or sitting with them, നിങ്ങളുടെ അന്ത്യം വരുന്നത് ചാപ്റ്റർ വേഴ്സ് 4-ലാണ്. നിങ്ങൾ നശിച്ചു പോകും. You will lose eternity. നാം കേട്ടതുപോലെ തന്നെ ദുഷ്ടന്മാരുടെ കൂടെ നടക്കുകയും ഇരിക്കുകയും നിൽക്കുകയും എല്ലാം നാം ചെയ്തു കഴിഞ്ഞാൽ 4-ാമത്തെ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ അന്ത്യം എന്തായിരിക്കും? We will lose eternity. നമുക്ക് നിത്യത നഷ്ടപ്പെടുവാൻ സാധിക്കും. We will be with the wicked. നാം ദുഷ്ടന്മാരുടെ കൂടെ ആയിരിക്കും. So children, do you want to walk with the wicked? പ്രിയ വിജയനോട് എനിക്ക് ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ദുഷ്ടന്മാരോട് നടക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? കേൾക്കുന്നില്ല? Okay, let us do a competition. Okay, I want to hear who is more energy, the boys or the girls. Okay? ചെറിയൊരു കോമ്പറ്റീഷൻ നടത്താൻ ആഗ്രഹിക്കുന്നു. ബോയ്സിനാണോ ഗേൾസിനാണോ കൂടുതൽ എനർജി എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Do you guys want to walk with the wicked? നിങ്ങൾക്ക് ദുഷ്ടന്മാരോട് നടക്കാൻ താല്പര്യമുണ്ടോ? ഇത് ആരും ഈക്വൽ ആയല്ലോ. Come on girls, come on, you can do it. ആകെ ഒരാൾ പറയുന്നല്ലോ, പാസ്റ്റർ അങ്കിളുടെ മോളാ പറഞ്ഞു ഇല്ലെന്ന്. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം അല്ലേ? എന്നാ പറ. Again ask again. ഒരിക്കൽ കൂടെ ദുഷ്ടന്മാരോട് നടക്കാൻ താല്പര്യമുണ്ടോ? Okay, that's good. So the moment you start walking, you will stand. When you stand, you will sit. Once you sit, then you are gone case. നാം ആദ്യം വചനം പറഞ്ഞിരിക്കുന്നത് പോലെ ആദ്യം നാം ദുഷ്ടന്മാരോട് നടക്കാൻ തുടങ്ങിയാൽ നാം അറിയാതെ തന്നെ നാം നിൽക്കുകയും ഇരിക്കുകയും അങ്ങനെ നിത്യം നമുക്ക് നഷ്ടപ്പെടുവാൻ സാധിക്കുകയും ചെയ്യും. So what we saw till now is about bad influence. നാം ഇതുവരെ പറഞ്ഞത് എന്താണ്? ഒരു ബാഡ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മോശപരമായ സ്വാധീനത്തെ പറ്റിയാണ് നാം പറഞ്ഞത്. We saw the results of what will happen if you go in the bad influence. ഒരു മോശപരമായ സ്വാധീനത്തിൽ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലങ്ങൾ എന്താകും എന്നതിനെ പറ്റിയാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. But I'm not here to talk about bad influence today. പക്ഷേ ഇന്നൊരു ബാഡ് ഇൻഫ്ലുവൻസിനെ പറ്റി, മോശപരമായ സ്വാധീനത്തെ പറ്റി അല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. That is a small part of the whole Bible, but the most important part is being a good influence. വചനം നാം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് ഒരു ബാഡ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മോശപരമായ സ്വാധീനം എന്ന് പറയുന്നത്. പക്ഷേ ഭൂരിഭാഗവും നല്ല ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. So how can we influence people? Let me ask you that question. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, സ്വാധീനം ചെലുത്താൻ പറ്റും? Or who is our sphere of influence? Who's our sphere of influence എന്ന് പറഞ്ഞാൽ who നമുക്ക് ആരെയൊക്കെ ആകർഷിക്കാൻ പറ്റും? ആരെയൊക്കെ നമുക്ക് ആകർഷിക്കാൻ പറ്റും? For example, if I tell
when I look at you kids, you can influence your friends in your school, അല്ലേ? ഇപ്പൊ കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾ കൂട്ടുകാരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആകർഷിക്കാം, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. For those children who are in college, you can influence your college friends, അല്ലേ? കോളേജിൽ പോകുന്നവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് ഫ്രണ്ട്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. Is this influence only limited to kids? ഇത് കുട്ടികളിൽ മാത്രമാണോ ഈ ഒരു ഇൻഫ്ലുവൻസ് ഒതുങ്ങിക്കൂടുന്നത്? It is also for us as adults. We can influence the people we work with. മുതിർന്നവരായ നമുക്കും എന്ത് ചെയ്യാം, മറ്റുള്ളവരെ സ്വാധീനം ചെലുത്താൻ കഴിയും. So every place we have certain people we can influence. അതുകൊണ്ട് നാം എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. So today I'd like to focus on 3 people from the Bible which really influenced my life. അതുകൊണ്ട് ഇന്ന് വചനത്തിൽ നിന്ന് 3 വ്യക്തി ജീവിതങ്ങളെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത് എൻ്റെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത 3 ആൾക്കാരെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. First I'd like to speak about Daniel. How many of you know Daniel? ആദ്യമേ തന്നെ ദാനിയേലിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ദാനിയേലിനെ അറിയാം? Can I see a raise of hands please? Very good. Pastor uncle is doing a good job. Very good. Sunday school is also doing good job. Praise God. ദേവദാസനിലൂടെ തന്നെ എല്ലാവരും ദാനിയേലിനെ പറ്റി വളരെയധികം ജ്ഞാനമുണ്ട്, അറിവുണ്ടെന്നും വിശ്വസിക്കുന്നു. So we all know about the story of Daniel, അല്ലേ? എല്ലാവർക്കും ദാനിയേലിനെ പറ്റി അറിയാമല്ലേ? Do you think Daniel was a young man or old man when he was selected to be into the courts of Babylon? ബാബിലോണിലെ കൊട്ടാരങ്ങൾ അവിടെ കയറിയപ്പോൾ ദാനിയേൽ ഒരു യൗവനക്കാരനായിരുന്നോ അതോ പ്രായം ചെന്ന ആളായിരുന്നോ? ആരായിരുന്നു? പ്രായമുള്ള ആളായിരുന്നോ? He was a young man. Let's read Daniel chapter 1 verse 3. ദാനിയേൽ 1-ാം അധ്യായം 3-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. ബാലന്മാർ, right. So here from the scripture we can understand they were people who were young. ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവർ ബാലന്മാരാണ്, യുവജനങ്ങളാണ്. So they were all called from different parts of Israel. ഇസ്രായേലിലെ പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കപ്പെട്ടവരാണ് അവർ. They were all noble people. അവരെല്ലാവരും വളരെ നീതിമാന്മാരായ മനുഷ്യരായിരുന്നു. They were wise. വളരെ ജ്ഞാനമുള്ളവരായിരുന്നു അവർ. Knowledgeable. വളരെ അറിവുള്ളവരായിരുന്നു. Good looking young men. കാണാൻ നല്ല സൗന്ദര്യമുള്ളവരായിരുന്നു. So what I believe is maybe Daniel must have come from Tiruvalla, maybe Shadrach must have come from Malappuram. We don't know. From different places they all were collected together into Babylon courts. നമുക്കറിയില്ല, ചിലപ്പോൾ ദാനിയേൽ തിരുവല്ലയിൽ നിന്ന് വന്നതാവാം, ശദ്രക്ക് മലപ്പുറത്ത് നിന്ന് വന്നതാകാം. എന്തായാലും പല സ്ഥലങ്ങളിൽ നിന്ന് കർത്താവ് അവരെ കൂട്ടിവരുത്തി. So they're all coming from different places into a hostel like structure. എന്തായാലും അവർ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഹോസ്റ്റൽ പോലത്തെ ഒരു സ്ഥലത്ത് അവർ എത്തുവാനിടയായി. So we can see Daniel and 3 of his friends like hostel mates. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദാനിയേലും തന്റെ കൂടെയുള്ള 3 പേര്, 3 ബാലന്മാരും അവരൊരു ഹോസ്റ്റൽ മേറ്റ്സ് ആണ്, സുഹൃത്തുക്കളായിരുന്നു അവർ. Maybe they did not know each other before because they're coming from different places of Israel. അവർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നതുകൊണ്ടാകാം അവർക്ക് പരസ്പരം അറിയത്തില്ല. And for the first time they're meeting each other in the boys hostel here in the city of Babylon. അവർ ബാബിലോണിൽ വന്നപ്പോൾ ആദ്യമായിട്ടാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നതും കാണുന്നതും. Isn't it exciting when you meet new friends? നാം ഫ്രണ്ട്സിനെ കാണുമ്പോൾ, പുതിയ കൂട്ടുകാരെ കാണുമ്പോൾ നാം ഒരു എക്സൈറ്റഡ് ആവത്തില്ലേ? The same way Daniel was also excited to meet his 3 new friends. അതുപോലെ തന്നെ ദാനിയേലും തന്റെ 3 കൂട്ടുകാരെ കണ്ടപ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. So what really struck me is we all know the story about how Daniel and his friends were asked to eat from the royal courts. രാജകീയമായ ഭോജനത്തിൽ നിന്ന് കഴിക്കാനായിട്ട് ദാനിയേലിനോടും 3 സുഹൃത്തുക്കളോടും പറഞ്ഞപ്പോൾ ആ കഥ നമുക്ക് ഏവർക്കും അറിയാം. അവരുടെ മനോഭാവം എന്തെന്ന് നമുക്കറിയാം. And we know that all 4 of them decided not to defile themselves eating the food, അല്ലേ? പക്ഷെ നമുക്കറിയാം 4 പേരും എന്ത് ചെയ്തു, അവരൊരു ഉറച്ച തീരുമാനമെടുത്തു. രാജകീയമായ ഭോജനം നാം കഴിക്കത്തില്ല എന്നൊരു തീരുമാനമെടുത്തു. That is the end story that we hear. അതാണ് നമുക്ക് കേൾക്കുന്ന ഒരു ലാസ്റ്റത്തെ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ അവസാനം നമുക്ക് കേൾക്കുന്ന ഒരു കഥ അതാണ്. അവർ കഴിച്ചില്ല. All 4 of them did not eat. 4 പേരും അവർ ഭക്ഷണം കഴിച്ചില്ല. So there is a gap in between the story. അതിനിടയിൽ എന്തൊക്കെയോ കുറെ കഥകൾ, ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. When we read from verses 8 to 11 there is a big gap. So let us read verse 8. ആരെങ്കിലും ഒന്ന് 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? Right. So who took the decision here? ആരാണ് ഇവിടെ തീരുമാനം എടുത്തത് കഴിക്കത്തില്ല എന്ന്? Who took the decision?
Did they say Shadrach, Meshach, Abednego and Daniel took the decision? അങ്ങനെയാണോ പറഞ്ഞത്? അവിടെ പറഞ്ഞിട്ടുണ്ടോ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദാനിയേലും ഒരുമിച്ച് ചേർന്ന് തീരുമാനമെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടോ? Here it is saying Daniel decided not to defile himself. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദാനിയേൽ തീരുമാനമെടുത്തു തനിക്ക് തന്നെ അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് പറഞ്ഞ് അവൻ കഴിക്കാതിരുന്നു. So let's go to verse 11. 3 വാക്യം താഴോട്ട് പോവാം. 11ാമത്തെ വാക്യം വായിക്കാം. Can someone read that? അടിയങ്ങളെ അല്ലേ, പ്ലൂറൽ അല്ലേ? റൈറ്റ്. സോ ഹിയർ വി സീ ഇപ്പം between 8th verse and 11th verse what happened? നാം 8ാം വാക്യത്തിൽ നാം വായിച്ചു ദാനിയേൽ മാത്രമായിരുന്നു. പക്ഷേ 12ാമത്തെ വാക്യത്തിൽ 11ാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അടിയങ്ങളെ എന്നാണ്. അപ്പോൾ ദാനിയേൽ മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു പ്ലൂറൽ ഒരു പദമാണ് അടിയങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത് ആ വാക്യങ്ങളുടെ ഇടയിൽ? I believe the moment Daniel decided to himself, he must have gone to his friends and said, do you guys know, നമ്മൾ ഇത് കഴിച്ചാൽ, if we eat this we will defile ourselves. നാം 8ാം വാക്യത്തിൽ വായിച്ചതുപോലെ ആദ്യം ദാനിയേൽ തീരുമാനമെടുത്തു. പക്ഷേ ചിലപ്പോൾ ദാനിയേൽ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു കാണും, അതേ കൂട്ടുകാരെ നിങ്ങൾക്കറിയാവോ നാം ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം നമ്മെ തന്നെ അശുദ്ധമാക്കുമെന്ന് അവരോട് പറഞ്ഞു കാണും. So you see Daniel comes there as a Muthachatan to tell his friends that don't eat from this food. നമുക്ക് ദാനിയേലിനെ നോക്കുമ്പോൾ ഒരു മൂത്ത സഹോദരനായിട്ട് കാണാം. ദാനിയേൽ വന്ന് പറഞ്ഞു കാണും, സഹോദരന്മാരെ നിങ്ങൾ കഴിക്കാൻ പാടില്ല, നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞു കാണും. He first took the decision that I will not eat or defile my body with the food that is served at the courts. ആദ്യം ദാനിയേൽ തന്നെ തീരുമാനമെടുത്തു, ഞാൻ ഒരിക്കലും രാജകീയമായ ഭോജനം കഴിച്ച് എന്റെ ശരീരത്തെ അശുദ്ധമാക്കുകയില്ല എന്ന്. Taking that decision, his friends saw the good decision that Daniel took, and because of that they also followed suit with that leader in Daniel. തന്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ സഹോദരന്മാരും അവരും കണ്ടു ദാനിയേൽ എടുത്ത തീരുമാനം വളരെ ഉചിതമായിരുന്നു. അതുകൊണ്ട് അവരും എന്ത് ചെയ്തു, ആ തീരുമാനം എടുക്കുവാനിടയായി. My dear children, എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, my dear brothers and sisters, സഹോദരി സഹോദരന്മാരെ, can we be the influence in our workplaces? നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമുക്കൊരു ഇൻഫ്ലുവൻസർ ആവാൻ പറ്റുമോ? In our schools, can we be a good example to our friends? നമ്മുടെ സ്കൂളുകളിൽ നമുക്ക് നല്ലൊരു ഉദാഹരണമായി കർത്താവിന്റെ നല്ലൊരു പൈതലായി മാറാൻ നമുക്ക് കഴിയാൻ സാധിക്കുന്നുണ്ടോ? When we take this first step to say no to bad things, നാം ആദ്യം തന്നെ മോശപരമായ കാര്യങ്ങളോട് പാപത്തോട് നോ പറയാൻ ആദ്യം നാം തയ്യാറായെങ്കിൽ other people will also be watching us. ബാക്കിയുള്ളവരും നമ്മെ വീക്ഷിക്കുന്നുണ്ട്. And same like Daniel, we can also influence a lot of children and people in our schools and colleges. ദാനിയേൽ തന്റെ സുഹൃത്തുക്കളെ സ്വാധീനിച്ചതുപോലെ നമുക്കും നമ്മുടെ സുഹൃത്തുക്കളെ സ്വാധീനിക്കുവാൻ കഴിയും. So you see the difference between verse 8 and verse 11. In between what happens is a good influence. 8ാമത്തെ വാക്യം 11ാമത്തെ വാക്യത്തിലുള്ള ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവും. കാരണം എങ്ങനെയാണ് ദാനിയേൽ സഹോദരന്മാർക്ക് നല്ലൊരു ഇൻഫ്ലുവൻസറായി നല്ലൊരു സ്വാധീനം ചെലുത്തുന്ന ആളായി മാറിയതെന്ന്. So dear children, do you want to be a good influence to your friends? പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് നല്ലൊരു ഇൻഫ്ലുവൻസർ ആവാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? കൺഫ്യൂഷൻ അല്ലേ? Okay. So going forward, what we see is even in the absence of Daniel, നാം മുന്നോട്ട് കടന്നു പോകുമ്പോൾ ദാനിയേലിന്റെ ദാനിയേലിന്റെ അസാന്നിധ്യത്തിൽ തന്നെ we see that the influence keeps continuing going forward. ആ ഒരു ഇൻഫ്ലുവൻസ് വീണ്ടും മുന്നോട്ട് പോകുന്നതായി അവരുടെ മധ്യ ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We know the story about Shadrach, Meshach and Abednego in the furnace, അല്ലേ? How many of you know that story? ശദ്രക്കിന്റെ മേശക്കിന്റെ അബേദ്നെഗോവിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. തീച്ചുള്ളിൽ ഇറങ്ങിയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. This time was Daniel there? ഈ സമയത്ത് ദാനിയേൽ അവിടെ ഉണ്ടായിരുന്നോ? Was he there? But how did they do that? പക്ഷെ അവരെങ്ങനെ അത് ചെയ്തു? The first time they wanted Daniel to lead them, but this time Daniel illade they still followed, right? ആദ്യം നമുക്ക് നോക്കാം, വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദാനിയേൽ അവരുടെ കൂടെ വേണമായിരുന്നു, അവർക്കൊരു തീരുമാനം എടുക്കാൻ. പക്ഷേ ഇപ്പോൾ തീച്ചുള്ളിൽ മധ്യ ഇറങ്ങുവാൻ അവർക്ക് ദാനിയേലിന്റെ ആവശ്യമില്ലായിരുന്നു. So you see, my dear children, influence doesn't stop there. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നോക്കുക, ഒരിക്കലും സ്വാധീനം അവിടെ നിൽക്കുന്നില്ല. Even in your absence, your friends will follow the example you showed many years back. നാം ഒരിക്കലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് നാം കാണിച്ച മാതൃക അവരെന്ത് ചെയ്യും, പിന്നെയും അവരെ പിന്തുടരും. നമ്മുടെ ആബ്സെൻസിലും നമ്മുടെ അസാന്നിധ്യത്തിലും അവരത് പിന്തുടരുകയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. So the seed that you put today, many years later it will bear fruit for the kingdom of God. നാം ഇന്ന് കൊടുക്കുന്ന എഫേർട്ടിൽ, നാം ഇന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന മാതൃകകൾ ഒരു സമയത്ത് ഒരു കാലത്ത്
കർത്താവിന്റെ രാജ്യത്തിൽ അവകാശികളെ തീരുവാൻ അനേകരെ ഒരുക്കുവാൻ സഹായിക്കും. Just because of what Daniel did in verse 8, even today we are inspired by what he did. Alle, praise the Lord. ദാനിയേൽ 8-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നത് പോലെ തന്നെ ദാനിയേൽ ചെയ്ത കാര്യം ആ സഹോദരന്മാർക്ക് മാത്രമല്ല നമ്മളെയും എന്തുമാത്രം സ്വാധീനിച്ചു എന്ന് നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. What a beautiful story it is, isn't it? എന്ന് വളരെ മനോഹരമായ ഒരു കഥയാണത്. It not only influenced his friends, but it even made Nebuchadnezzar bow before the living God. തന്റെ കൂട്ടുകാരെ മാത്രമല്ല നെബൂഖദ്നേസറിനെ പോലും തന്റെ ജീവിതം കൊണ്ട് ദാനിയേൽ സ്വാധീനം ചെയ്തിട്ടുണ്ട്. His influence not only made Nebuchadnezzar bow, but it made also lions keep their mouth shut. തന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നെബൂഖദ്നേസറിനെ മാത്രമല്ല സിംഹങ്ങളുടെ വായ അടക്കുവാൻ തന്നെ സാധിച്ചു. And that influence, even after thousands of years, inspires us today because of that good influence that man has left thousands of years back. 1000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും നമ്മളെയും ഈ കഥ സ്വാധീനം ചെലുത്തുന്നുണ്ട്. Praise God. ഹല്ലേലൂയ. So dear brothers and sisters, my dear children, പ്രിയ സഹോദരി സഹോദരന്മാരെ, പൈതങ്ങളെ, if you leave a good influence today, ഇന്ന് നിങ്ങൾ നല്ലൊരു ഇൻഫ്ലുവൻസറായി നല്ലൊരു മാതൃകരമായ ജീവിതം it is നയിക്കുവാൻ not only for tomorrow or day after, it is for centuries to come. നിങ്ങൾ ഇന്ന് തയ്യാറായാൽ സെഞ്ചുറികൾ വർഷങ്ങൾക്ക് ശേഷവും അത് നിലനിൽക്കുവാൻ ഇടയാകും. Your children's children will speak about the good deed that my daddy or my friend did at that point of time. നിന്റെ മക്കളും മക്കളുടെ മക്കളുടെ എല്ലാവരും എന്ത് ചെയ്യും? ഇതിനെ ഓർക്കും. Praise the Lord. ഹല്ലേലൂയ. Do you want to be a good influence? നിങ്ങൾക്ക് നല്ലൊരു ഇൻഫ്ലുവൻസറായി മാറണമോ? Praise God. ഹല്ലേലൂയ. There's one more character which I really like. ഒരു വ്യക്തിയെ കൂടെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരാളുണ്ട്. Do you guys know about a person who was in Egypt? Guess here. Moses alla. Vera alla. Huh? Yes, Joseph. Yeah, so I really like the character of Joseph. എനിക്ക് ജോസഫ് എന്ന ആ ഒരു വ്യക്തിയെ വളരെയധികം ഇഷ്ടമാണ്. We all know the story about Joseph, alle? എല്ലാവർക്കും ജോസഫിന്റെ കഥ അറിയാലോ? We all know that he had a lot of promises. ഒരുപാട് വാഗ്ദത്തങ്ങൾ ജോസഫിനുണ്ടായിരുന്നു. But we also know what happened after the promises. പക്ഷേ ആ വാഗ്ദത്തങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു നമുക്ക് കാണുവാൻ He സാധിക്കുന്നു. was thrown into a pit. ആ കുഴിയിൽ പൊട്ടക്കിണറിൽ അവനെ എറിഞ്ഞു. He must have been thinking, oh, my promises are I'll be so and so, but what happened to me right now? അവൻ ചിന്തിച്ചു കാണും, അയ്യോ എനിക്ക് എന്തെല്ലാം വാഗ്ദത്തങ്ങളുണ്ട്, പക്ഷെ ഇപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചത്? I was supposed to be ruling my parents, but my own brothers threw me into this pit. താൻ സ്വപ്നം കണ്ടതുപോലെ തന്റെ മാതാപിതാക്കളെ വരെ റൂൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഭരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന അവനിപ്പോ എന്താണ് സംഭവിച്ചത്? Even in spite of all these things, we notice through the scripture that Joseph was a good influence. ഇതിന്റെ എല്ലാ മധ്യത്തിലും എന്തെല്ലാം മോശപരമായ കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെ അവൻ നല്ലൊരു ഇൻഫ്ലുവൻസറെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Usually when something bad happens to people, they also become bad. നമ്മുടെ ജീവിതത്തിൽ സാധാരണ എന്തെങ്കിലും മോശകരമായ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും? നാം തന്നെ നമ്മൾ മോശകരമായ ജീവിതത്തിലേക്ക് നാം കടന്നു പോകാൻ ഇടയാകും. But there is something so beautiful in Joseph that is contrary to it, that's different to it. പക്ഷേ യോസഫിന്റെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ നാം സാധാരണ കാണുന്നതിന് വിപരീതമായി വളരെ നല്ലൊരു കാര്യമാണ് സംഭവിച്ചത്. He was thrown into the jail, still he spoke so sweetly to the people who came into the jail. തന്നെ കാരാഗ്രഹത്തിലാക്കിയപ്പോഴും തന്റെ അവിടെ കടന്നു വന്ന എല്ലാവരോടും വളരെ മനോഹരമായി നല്ല രീതിയിലാണ് താൻ സംസാരിക്കുവാൻ ഇടയായത്. When the cupbearer and the bread keeper, when they came to them also, he was saying, why are you looking sad? പാനപാത്രവാഹകനും അവർ കടന്നു വന്നപ്പോഴും അവരോട് ചോദിച്ചു, താൻ എന്താണ് ഇത്ര വിഷമിച്ചിരിക്കുന്നത്? ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാവോ? That really intrigues me. There is a portion which says, Joseph said, why are you looking sad, or why are you worried? വചനം വായിക്കുമ്പോൾ ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോസേഫ് അവരോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നത്?
വിഷാദ ഭാഗമായിട്ട് why are you sad? He was asking them a question, why are you sad? അവൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര വിഷമിച്ചിരിക്കുന്നത്? Think about it. Where is Joseph now? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, യോസഫ് ഇപ്പൊ എവിടെയാണ്? Where is he now? എവിടെയാണ് അവൻ? He's in the jail, അല്ലേ? അവൻ കാരാഗൃഹത്തിലാണ്. And it's been more than 10 years that he's been struggling. ഏകദേശം 10 വർഷത്തിൽ കൂടുതലായി അവൻ വളരെയധികം സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. He was sold as a slave by his own people. അവന് തന്റെ സ്വന്തം സഹോദരന്മാർ അവനെ വിറ്റതാണ് അടിമയായിട്ട്. He worked so faithfully in the master's house and he was kicked out into the jail. തന്റെ യജമാനന്റെ വീട്ടിൽ വളരെയധികം നല്ല നീതിയോടെയാണ് അവൻ അവിടെ നിന്നത്. പക്ഷേ എന്നിട്ടും അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. In the world standard, Joseph was supposed to be bitter and filled with anger and hatred. In the world standard, world in the standard. In the world standard, Joseph was supposed to be filled with rage and anger and bitterness. നാം ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ, ലോകപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നാം ചിന്തിക്കും, ആ യോസഫ് ഇത്രയും അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യണം, അവൻ കുറെ കയ്പും വിദ്വേഷവും അവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം നാം ചിന്തിച്ചേക്കാം. In spite of all this pain, in spite of all this pain, പക്ഷേ ഈ ഒരു എല്ലാ വിപരീതമായി, in spite of all this pain and agony, ഈ വേദനകളുടെ ഇടയ്ക്ക് പോലും, ഈ വേദനയുടെ ഇടയ്ക്ക് പോലും Joseph goes and talks to those people in so much of love. ഇത്രയും വേദനകൾക്ക് ഇടയ്ക്ക് പോലും തന്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ അപ്പക്കാരനോടും പാനപാത്രവാഹകനോടും സമാധാനത്തോടെ സംസാരിക്കുവാൻ ഇടയായി. He asks them, why is your face so anxious? Why is your face so anxious? അവരോട് ചോദിച്ചു, നിങ്ങളുടെ മുഖം എന്താണ് ഇങ്ങനെ വിഷാദമായിരിക്കുന്നത്? Beautiful, isn't it? എന്ത് മനോഹരമാണല്ലേ ഇത്. Do you think we would be like that? നമുക്കതുപോലെ ആകാൻ കഴിയോ? If it was me, I would be very angry. ഇപ്പൊ ഞാനാണ് ഈ സ്ഥാനത്താണെങ്കിൽ ഞാൻ വളരെയധികം ദേഷ്യത്തോടെ ആയിരിക്കും ഇരിക്കുന്നത്. I would be happy. Oh, എനിക്ക് കൂട്ടുകാർ വന്നല്ലോ. ഞാനും ഹാപ്പി ആയിരിക്കും, എന്റെ കൂട്ടുകാരൻ കാരാഗ്രഹത്തിൽ എൻ്റെ കൂടെ വന്നല്ലോ, ഞാൻ സന്തോഷത്തിലായിരിക്കും. അങ്ങനെയല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ കറണ്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്ത് നോക്കും. കറണ്ട് പോയാൽ നമുക്കും സന്തോഷം അല്ലേ? So, in spite of all that, here we don't see a Joseph who was happy on the plight of others. പക്ഷെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ വേദനയിൽ, മറ്റുള്ളവരുടെ പരാജയത്തിൽ സന്തോഷിക്കുന്ന ഒരു യോസെഫിനെ അല്ല, but rather he goes there to comfort them. പക്ഷേ അതിൽ നിന്ന് വിപരീതമായി അവൻ അവരെ ആശ്വസിപ്പിക്കാനാണ് പോയത്. That is not a normal anointing, my dear children. അതൊരു സാധാരണപരമായിട്ടുള്ള ഒരു അഭിഷേകമല്ല അവന്റെ മേൽ ഉണ്ടായിരുന്നത്. The world will teach you that you have to be angry and bitter towards in your bad circumstances. ലോകം നമ്മെ പഠിപ്പിക്കുക നമ്മുടെ മോശകരമായ സാഹചര്യങ്ങളിൽ നാം ദേഷ്യത്തോടും അങ്ങനത്തെ ഒരു മനോഭാവമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതെന്ന്. But godly standards say that you have to comfort even when you are in pain. പക്ഷേ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു വേദനകൾക്കിടയിലും വളരെയധികം ആശ്വാസത്തോടെ സന്തോഷത്തോടെ ആയിരിക്കണമെന്ന്. The influence of the upbringing which Joseph got was from his father's time. അവന് കിട്ടിയ ഈ ഒരു സ്വാധീനം തന്റെ പിതാവിന്റെ കാലത്ത് നിന്ന്, ആ സമയത്താണ് അവന് ഉണ്ടായത്. That was for a very short period of time. ഒരു കുറച്ചു കാലം കൊണ്ട് തന്നെ. But he kept continuing doing that. പക്ഷെ അവൻ ആ കുറച്ചു കാലം കൊണ്ട് തന്നെ തന്റെ പിതാവിൽ നിന്നൊരു സ്വാധീനം തനിക്ക് കിട്ടിയെങ്കിൽ അത് പിന്നീടും തന്നെ തുടരുവാൻ ഇടയായി. Even when he was a young boy during that time, was the Bible there? Bible ഉണ്ടായിരുന്നോ അന്ന്? അവന്റെ യുവാവായിരുന്നപ്പോൾ അവന് ബൈബിൾ ഉണ്ടായിരുന്നോ വായിക്കാൻ? When Joseph was a kid, was there a Bible that time? അവനൊരു കുഞ്ഞായിരുന്നപ്പോൾ ബൈബിൾ ഉണ്ടായിരുന്നോ വായിക്കാൻ? Whenever he went through any temptation, did he have to go into the Bible and see Psalms 23? അവന് പല പ്രലോഭനങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നപ്പോഴത്തേക്കും സങ്കീർത്തനം 23-ാം അധ്യായം അവൻ വായിക്കാൻ ഇടയായോ? No, right? ഇല്ലല്ലോ. Did he have any help? എന്തെങ്കിലും സഹായം എവിടെ നിന്ന് കിട്ടിയോ? It was the word that his father taught him many years that kept his life going forward. തന്റെ പിതാവ് തന്നോട് പറഞ്ഞ ആ വചനങ്ങൾ, അതാണ് അവൻ ഇത്രയും വർഷത്തിന് ശേഷം തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് മുന്നോട്ട് പോയത്. So his father must have been teaching him day and night the scriptures, telling him, Joseph, do not be anxious. Joseph, do not be worried. Joseph, walk in the straight way. For the first teenage years of his life, his father must have been teaching those things. അങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തന്റെ പിതാവായ യാക്കോബ് തന്നോട് പറഞ്ഞു കാണും, അതെ നീ ഇങ്ങനെ ആവാൻ പാടില്ല, സാഹചര്യം നമുക്ക് എതിരായാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ആൻഷ്യസ് ആവാതെ, നമ്മൾ സങ്കടപ്പെടാതെ, ദേഷ്യപ്പെടാതെ മുന്നോട്ട് നയിച്ചു പോകണമെന്ന്. Because of his father's good influence, Joseph was able to battle every struggle which came against him. തന്റെ പിതാവിന്റെ നല്ല സ്വാധീനം കൊണ്ട് തന്നെ ഏതൊരു പ്രയാസം വന്നപ്പോഴും അതിനോട് എതിർത്ത് നിൽക്കുവാൻ യോസെഫിന് ഇടയായി. The father had a very small period of time with the son Joseph before he was taken away from his hands. പക്ഷേ യാക്കോബിനോട് തന്നെ വളരെ കുറച്ചു കാലം മാത്രമേ യോസെഫ് ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്ന് അവൻ എടുക്കപ്പെട്ടു. But the influence that the parents had over Joseph led him to victory through every battle that Joseph had.
പക്ഷെ തന്റെ പിതാവ് തനിക്ക് കൊടുത്ത ആ ഒരു സ്വാധീനം എത്ര വർഷം കഴിഞ്ഞിട്ടും ഏതൊരു പ്രയാസം വന്നിട്ടും തനിക്ക് എതിരെ നിൽക്കുവാൻ സഹായിച്ചു. Dear parents, we have our children for a very short limited period of time. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറിയ കാലം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. Can you make a Joseph out of these children? ഇവരിൽ നിന്നൊരു യോസെഫിനെ ഉളവാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? It is your call. നിങ്ങളുടെ ദൗത്യമാണ്. It is your call. ഇത് നിങ്ങളുടെ ദൗത്യമാണ്. Just because Jacob was faithful in what he did, he was able to raise up a Joseph. യാക്കോബ് വളരെയധികം വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ് തനിക്ക് അങ്ങനെ ഒരു യോസേഫിനെ വളർത്തുവാൻ ഇടയായത്. My question to you, dear parents, is do you have it in you to bring up a Joseph in today's day and age? മാതാപിതാക്കളോട് എനിക്കൊരു ചോദ്യം വീണ്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒരു യോസേഫിനെ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയുമോ? കഴിയത്തില്ലെന്ന് തോന്നുന്നു. Dear parents, I want you all to step up, because if we raise an army today, my dear parents, I want you to step up. Step up എന്ന് പറഞ്ഞാൽ if you can raise an army of young Josephs. Okay. പ്രിയ മാതാപിതാക്കളോട് ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് മുന്നോട്ട് കടന്നു വരാവോ? ഇന്ന് ഒരു നല്ലൊരു ദൈവത്തിന് വേണ്ടി പോരാടുന്ന ഒരു സേനയെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തയ്യാറാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? If you can do that, I'm telling you, dear parents, even in your absence, that Joseph will continue walking in good influence for the Lord. ഇന്ന് നിങ്ങൾ അതിന് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പോലും തുടർന്നും അവർ നല്ല രീതിയിൽ കർത്താവിന് പ്രയോജനമുള്ള മക്കളായി വളരുവാൻ ഇടയാകും. Praise the Lord. Hallelujah. One more thing which really struck me about Joseph, I'd like to touch and then close for today. എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വചനത്തിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. We all know that from there God lifted him out from that jail. After that point, God lifted him out of the jail. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കാരാഗൃഹത്തിൽ നിന്ന് ഒരു സമയമായപ്പോൾ അവനെ എന്ത് ചെയ്തു? ദൈവം അവിടെ നിന്ന് അവനെ ഉയർത്തി. God made him the minister of Egypt. ഈജിപ്തിലെ മന്ത്രിയായിട്ട് അവനെ ആക്കിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. During that point, Egypt was like America. It was a superpower of that time. ഈജിപ്ത് ആ കാലത്ത് അമേരിക്കയെ പോലെ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രാജ്യമായിരുന്നു. He was second in charge of all of Egypt. So powerful position that we see. ഈജിപ്തിലെ രണ്ടാം പദവിക്കാരനായി ദൈവം അവനെ ഉയർത്തുവാൻ ഇടയായി. And then we see that his brothers who betrayed him, they come to Egypt to do trade. തന്നെ ചതിച്ച തന്റെ സഹോദരന്മാർ തന്റെ മുമ്പാകെ കടന്നു വരാൻ ഇടയായി. Then we see that they come to purchase goods and they buy some things. ക്ഷാമം വന്നപ്പോൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് തന്റെ അടുക്കൽ തന്നെ തന്റെ സഹോദരന്മാർ കടന്നു വരുവാൻ ഇടയായി. So let us do one thing. Let's just go and read that and see. It is Genesis 43 verses 19 to 23. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉൽപ്പത്തി 49 അധ്യായം. Genesis 43 verses 19 to 23. So ഇതിനകത്ത് ആരാ സംസാരിക്കുന്നത്? ഇതിനകത്ത് യജമാനനാ സംസാരിക്കുന്നത്. The servant is talking, അല്ലേ? Okay, go forward. നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾ ഭയപ്പെടേണ്ട അല്ലേ? ഓക്കെ, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ അപ്പൻ്റെ ദൈവം. ഓക്കെ, ഇതിനകത്ത് ആരാ സംസാരിക്കുന്നത്? ഹൂ ഈസ് ടോക്കിംഗ് ഹിയർ? ആരാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്? ജോസഫ് ആണോ? നോ, റൈറ്റ്? സെർവന്റ് അല്ലേ? It was a servant. When you read that verse 23, ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? അതിനവൻ നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇത് കേൾക്കുമ്പം ഒരു ബൈബിൾ വാക്യമല്ലേ? ആണോ അല്ലയോ? ഇറ്റ്സ് എ ബൈബിൾ വേഴ്സ്, റൈറ്റ്? ഇതൊരു ബൈബിളിൽ നാം കാണുന്ന വാക്യമല്ലേ ഭയപ്പെടേണ്ട എന്നുള്ളത്? Now this servant, let me ask you a question. This servant, is he an Israelite? നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സെർവന്റ്, the servant of Joseph, യോസെഫിന്റെ ഈ ഒരു അടിമ, അവൻ ഈജിപ്തുകാരനാണോ? അല്ല, ഇസ്രായേൽക്കാരനാണോ? ആണോ? അല്ലല്ലോ. How is he telling like this the verse then? പിന്നെ അവൻ എങ്ങനെ വചനം പറയുവാൻ കഴിയുന്നുണ്ട്? How? അവൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയോ? ബൈബിൾ ആപ്പ് തുറന്നു നോക്കിയോ?
അതോ ഒരു പാസ്റ്റർ വന്ന് സുവിശേഷം പറഞ്ഞോ? തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ വോണ്ട് യു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. പ്രിയ സഹോദരി സഹോദരന്മാർ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. An Egyptian servant quotes verses from the Bible. ഒരു ഈജിപ്ഷ്യൻ അടിമ ബൈബിളിൽ നിന്നുള്ള വചനം എന്ത് ചെയ്തു? അവൻ വായിൽ പ്രസ്താവിക്കാനിടയായി. He's telling, peace be with you, do not be afraid, your God and the God of your father has given treasures in your sack. അവൻ പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ അപ്പന്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു. If an Egyptian servant should say that, how did he know about this? അവൻ എവിടെ നിന്ന് അറിഞ്ഞു ഇതിനെ കുറിച്ച്? ഒരു ഈജിപ്ഷ്യൻ സെർവന്റ് ഇത് പറയണമെങ്കിൽ, അടിമ ഇത് പറയണമെങ്കിൽ അവൻ എവിടെ നിന്നാണ് ഈ ഒരു അറിവ് കിട്ടിയത്? It was the influence of Joseph. അത് യോസേഫിൽ നിന്നുള്ള ഒരു സ്വാധീനമായിരുന്നു. Do you understand what I'm saying, dear brothers and sisters? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? When there was no Bible, ബൈബിൾ ഇല്ലാത്ത സമയത്ത് പോലും it was only the influence of Joseph യോസേഫിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് that influenced this servant to know who the God of Joseph is. ഈ ഒരു അടിമയ്ക്ക് ദൈവം ആരാണെന്നുള്ള അറിവ് കൊടുക്കുവാൻ ഇടയായത്. So I believe that Joseph must have every day been having family prayers. ഞാൻ വിചാരിക്കുന്നു യോസേഫിന് എപ്പോഴും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കുമെന്ന്. I do not know, I'm just trying to think about it. എനിക്കറിയത്തില്ല, ഞാനിവർ ചിന്തിക്കാൻ I'm ആഗ്രഹിക്കുന്നു. trying to imagine with me, my dear brothers and sisters. ഞാൻ നിങ്ങളോടൊപ്പം ജസ്റ്റ് ഒന്ന് ചിന്തിക്കുവാനായിട്ടാണ് അത് If ആഗ്രഹിക്കുന്നത്. a servant back in the day, during the time of Egypt, if he knew the Bible verses, I believe it was Joseph's influence on his life. അന്നത്തെ കാലത്ത് ബൈബിൾ ഇല്ലാത്ത സമയത്ത് പോലും വചനം നന്നായിട്ട് അറിയാവുന്ന ഒരു അടിമ ഉണ്ടായിരുന്നെങ്കിൽ അത് തികച്ചും ഞാൻ വീണ്ടും വിശ്വസിക്കുന്നുണ്ട്, അത് യോസേഫിന്റെ സ്വാധീനം കൊണ്ട് മാത്രമാണ്. There was no Kavala Prasangam during that time. ആ സമയത്ത് കവല പ്രസംഗങ്ങളൊന്നും ഇല്ലായിരുന്നു. There was no Bible at that time. വചനം അപ്പോൾ ഇല്ലായിരുന്നു. There was no YouTube. There was nothing to influence him. യൂട്യൂബോ മറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങൾ അപ്പോൾ But ഇല്ലായിരുന്നു. I believe that servant used to watch the life of Joseph and his family. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു സെർവന്റ്, ആ ഒരു അടിമ യോസേഫിന്റെ ജീവിതം, തന്റെ ജീവിതം വളരെയധികം നല്ല വീക്ഷിക്കുന്നുണ്ടായിരുന്നു. So dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, there are a lot of witnesses who's watching us today. നമ്മെ വീക്ഷിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുമുണ്ട്. There are people who work under us. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന അനേകരുണ്ട്. There are people who are living beside us. നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന അനേകരുണ്ട്. They're all watching us. നമ്മളെ അവർ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. Can we be that good influence to them? നമുക്ക് അവരുടെ മുമ്പിൽ നല്ലൊരു മാതൃകയാകുവാൻ പറ്റുന്നുണ്ടോ? Amazing, isn't it? വളരെയധികം അതിശയമായ കാര്യമല്ലേ അത്? That a servant of Joseph knew who his God was. കാരണം ആ ഒരു യേശുവിൻ ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തി പോലും ദൈവം ആരാണെന്ന് യോസേഫിലൂടെ തിരിച്ചറിയാൻ സാധിച്ചു. It was because of Joseph's good influence. കാരണം അത് യോസേഫിന്റെ നല്ലൊരു മാതൃകപരമായ ജീവിതം കൊണ്ടാണ്. If you look at both these characters that we spoke about today, നാം ഇന്ന് ചിന്തിച്ച രണ്ട് വ്യക്തികളെ പറ്റി നമുക്ക് ചിന്തിച്ചു നോക്കാം. if you look at Daniel's life and Joseph's life, ദാനിയേലിന്റെ ജീവിതം യോസേഫിന്റെ ജീവിതം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. if I draw a graph for you, ജസ്റ്റ് നമ്മളൊരു ഗ്രാഫ് പോലെ നമ്മൾ വരച്ചു നോക്കിക്കഴിഞ്ഞാൽ we can see they had a lot of ups and a lot of downs. അവരുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകളും താഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. They were being cheated by their brothers, they've been thrown into the lions, then a lot of problems, they had ups and downs in their lives. യോസേഫിനെ പോലെ തന്റെ സഹോദരങ്ങളെ ചതിക്കപ്പെട്ടും ദാനിയേലിനെ പോലെ സിംഹക്കുഴിയിൽ ഇടുവാനും ഇടയായി തന്റെ ജീവിതത്തിൽ. But one thing that remained constant was, you know what? പക്ഷെ അപ്പോഴും Or constant. സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. That is, they were steadfast in the Lord. They were steadfast in the Lord. കാരണം അവർ കർത്താവിൽ ഉറച്ചു നിന്നു. Yes, they were steadfast in the Lord. Amen. ആമേൻ. And because they were steadfast, they were a good influence to people. അവർ ദൈവത്തിൽ ഉറച്ചു നിന്നത് കൊണ്ട് മറ്റുള്ളവരോട് നല്ലത് ചെയ്യുവാൻ അവർക്ക് ഇടയായി. So whatever your graph is up and down, if you're constant with the Lord, നമ്മുടെ ജീവിതത്തിൽ എത്ര ഉയർച്ചകളും താഴ്ചകളും വന്നാലും കർത്താവിനോട് നാം സ്ഥിരമായി നിൽക്കുവാൻ കഴിഞ്ഞാൽ you can influence a lot of people. മറ്റുള്ളവരെ നമുക്ക് ഒരുപാട് സ്വാധീനം ചെലുത്തുവാൻ കഴിയും. Even in your absence, you can influence a lot of people. നമ്മുടെ അസാന്നിധ്യത്തിൽ മറ്റുള്ളവരെ നമുക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിയും. So dear children, are you ready to be a good influence? പ്രിയ കുഞ്ഞുങ്ങളെ, നല്ലൊരു ഇൻഫ്ലുവൻസറായി മാറുവാൻ നിങ്ങൾ റെഡിയാണോ? Can I hear a yes? Yes, good. Do you want to be a bad influence or a good influence? ഒരു ബാഡ് ഇൻഫ്ലുവൻസർ ഗുഡ് ഇൻഫ്ലുവൻസർ ആവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? Yes. Praise the Lord. ഹല്ലേലൂയ. May the Lord bless you. May you be great instruments in God's hands. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കയ്യിലുള്ള നല്ല പാനപാത്രമായി മാറട്ടെ. Amen. God bless you all. Thank you, dear pastor, for this opportunity.
ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദേവദാസനോട് പ്രത്യേകം നന്ദി പറയുന്നു. Pastor has been such a great blessing for us back in Kolashekaram. കൊലശേഖരത്തായിരിക്കുമ്പോൾ തന്നെ ദേവദാസൻ വളരെ അനുഗ്രഹമായിട്ടൊരു ദേവദാസനായിരുന്നു He ഞങ്ങൾക്ക്. was in our church for 5 years. 5 വർഷം ഞങ്ങളോടൊപ്പം സഭയിലായിരുന്നു. And we are very intimate as a family with him and the children. ഒരു കുടുംബം പോലെ തന്നെ വളരെയധികം നമ്മൾ അടുപ്പമുണ്ടായിരുന്നു. Ginny Auntie, Godson Mohan and Godwin Mohan and Grace Mohan, they've all been an integral part of our lives there in Kolashekaram. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളാണ് പാസ്റ്ററും ആന്റിയും 2 പൈതങ്ങളും. And their good influence is still there in our lives. ഞങ്ങളുടെ ജീവിതത്തിൽ അവർ വരുത്തിയ ആ ഒരു ഇൻഫ്ലുവൻസ് സ്വാധീനം ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. And I believe their good influence will also bless you. അവരുടെ നല്ല സ്വാധീനം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. So let us take an oath that 2025 അതുകൊണ്ട് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. 2025 we all, be it parents, youngsters, everyone will be good influence for people around us. 2025 മാതാപിതാക്കളായി അല്ലെങ്കിൽ സഹോദരന്മാരായി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായും നല്ലൊരു ഇൻഫ്ലുവൻസറായി നാം മറ്റുള്ളവർക്ക് മാറുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. Thank you very much. May God bless you all. താങ്ക് യു. നല്ല വചനങ്ങൾക്കായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേലിനെ പോലെ യോസേഫിനെ പോലെ കർത്താവിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ആലോചനകൾ ഇന്ന് പകൽക്കാലം കേൾക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. നമ്മുടെ തലമുറകളെ നല്ല സ്വാധീനം ചെലുത്തുന്ന അല്ലെങ്കിൽ ദാനിയേലിനെ പോലെ യോസേഫിനെ പോലെ നല്ല സ്വഭാവങ്ങൾ കുടുംബങ്ങളാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. നമ്മൾ എന്ത് കേൾക്കുന്നോ എന്ത് കാണുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആത്മീക ജീവിതം പണിയപ്പെടുന്നത്. സ്തോത്രം. അതുപോലെ നല്ല യോസേഫിനെ ഒന്ന് കാണുവാൻ, ദാനിയേലിനെയൊക്കെ ഒന്ന് കാണുവാൻ ദൈവം നമുക്ക് ഇന്ന് പകൽക്കാലം സഹായിച്ചു. ദാനിയേലിനെ കുറിച്ച് കേൾക്കുവാൻ, യോസേഫിനെ കുറിച്ച് കേൾക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. നമ്മളെന്ത് കേൾക്കുന്നോ എന്ത് കാണുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആത്മീക ജീവിതം പണിയപ്പെടുവാനിടയായിത്തീരും. സ്തോത്രം. വളരെ മനോഹരമായ നിലയിൽ ട്രാൻസ്ലേഷൻ ചെയ്ത പ്രിയ ജോസ്നയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രിയ ഡെന്നി തോമസ് ആൻഡ് കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഇന്ന് പകല് വളരെ സന്തോഷമാണ്. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് നാം എല്ലാവരും